ഹേ മൈ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പം നമ്മൾ കോഫ്രീൻ്റെ വിശേഷമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കോഫ്രിയിൽ നിന്ന് മാൾ റോഡ് പോവുകയാണ് കേട്ടോ. മാൾ റോഡ് പോകുന്നത് നമ്മൾ ലിഫ്റ്റിനാണ്. മീൻസ് മാൾ റോഡ് ഒരു വലിയ കുന്നിൻ്റെ മേലെ കേട്ടോ. അപ്പം നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ കോഫ്രിയിൽ നിന്ന് വന്നു. ഇപ്പം മാൾ റോഡാണ് കേട്ടോ. മാൾ റോഡിൽ നമ്മൾ വേറൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ്. പക്ഷെ വരുമ്പോൾ എൻ്റെ പൊന്നു ടെൻഷനായി. അത് മാത്രമല്ല വയ്യാണ്ടായി. ഒരേ കയറ്റമായിരുന്നു. എങ്ങനെയൊക്കെയോ മേലെ കയറി നമുക്ക് ലിഫ്റ്റിന് വരണം. സോ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ മാൾ റോഡ്, റിഡ്ജ്, ചർച്ച് അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് അതൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗുകൾ കുറേ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. അത് മാത്രമല്ല, ഒരു ഈവനിങ് ടൈം ആയത് കാരണം ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മാൾ റോഡിൻ്റെ ബ്യൂട്ടി കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച്. ഇത് നോർത്തിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ചർച്ചിൽ രണ്ടാമതാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരു ചർച്ചാണ്. ബ്രിട്ടീഷ് കാലത്തുള്ള ഒരുപാട് ബിൽഡിങ്സുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഭയങ്കര നീറ്റും ക്ലീനും ആയിരുന്നു കേട്ടോ. ആ ഒരു ഏരിയയും ആ റോഡും കാര്യങ്ങളൊക്കെ. അതായത് ഷിംലയിലെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിലൊന്നാണ് മാൾ റോഡ്. പക്ഷെ മാൾ റോഡ് മെയിനായിട്ട് അറിയപ്പെടുന്നത് ഷോപ്പിങ്ങിനും സ്ട്രീറ്റ് ഫുഡിനൊക്കെയാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഹിമാചൽ ഫുഡൊക്കെ അവിടെ കിട്ടും. ഈ ഒരു ലേറ്റ് അടക്കം ബ്രിട്ടീഷ് കാലത്തുള്ളതാണെന്ന് കേട്ടോ പറയുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് പാടുപെട്ട് കയറിയാലും നല്ല രസമുണ്ടല്ലേ കാണാൻ. കുതിരയൊക്കെ ഉണ്ട്, കുതിര സഫാരിയൊക്കെ ഉണ്ട്. ശരിക്കും ഈ മാൾ റോഡിലെ പല ബിൽഡിങ്സും കാണുമ്പോൾ എനിക്ക് ഏതോ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോയ പോലെ ഉണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു ആംബിയൻസ് ആയിരുന്നു. ഒരു നല്ല രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. പിന്നെ ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് പറയും, അത് ഒരു ഹനുമാൻ്റെ സ്റ്റാച്ചു കേട്ടോ. ജംഗു ടെമ്പിളാണ്. അതും ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് കേട്ടോ. അത് നമുക്ക് ഈ മാൾ റോഡിൽ നിന്നാൽ തന്നെ കാണാൻ സാധിക്കും. അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്. പിന്നെ രാത്രി ആകുന്തോറും കുറച്ചും കൂടി ക്രൗഡ് കൂടിയിട്ട് അവിടെ നൈറ്റാണ് കുറച്ചും കൂടി അടിപൊളി. ഈ കൃഷ്ണ ബേക്കറിയിലെ ഫുൾ തിരക്കും ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേര് കുർക്കീജ് എന്നാണ്. തണുപ്പത്ത് ചൂടോടെ കിട്ടിയത് കൊണ്ടാണോന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്നതും ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് കിട്ടുന്നതും ഉണ്ട് കേട്ടോ. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയത് എല്ലാത്തിനും അവിടെ കുറച്ചും കൂടി വില കൂടുതലുള്ള പോലെയാണ്. ചിലപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ എന്നാലും കുറച്ച് ഒരു എക്സ്പെൻസീവായി തോന്നി. പക്ഷെ എല്ലാം ഉണ്ട് കേട്ടോ. ഹാൻഡിക്രാഫ്റ്റും എല്ലാം ഉണ്ട്. നമുക്ക് എന്തൊക്കെ വേണോ എല്ലാം ഉണ്ട്. ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. നിറയെ ഫുഡ് സ്ട്രീറ്റും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കടകളും ബാഗിൻ്റെ കടകളും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ട്രാവലിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും. അതുവരെയും ബൈ, സീ യു ഓൾ.